ഹായ്, എല്ലാവർക്കും നാടൻ രുചിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചൗമീനാണ്. ഹക്ക നൂഡിൽസ് വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മുടെ സാധാ നൂഡിൽസും വെച്ച് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. പിന്നെ നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് അല്പം മസാല ഈ നൂഡിൽസ് തന്നെ ഉണ്ടായിരുന്ന മസാലയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാല അങ്ങനെ എന്തെങ്കിലും മസാല ചേർത്തായി. പിന്നെ ഉപ്പ്, ഓയിൽ, വെള്ളം ഇതൊഴിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ കംപ്ലീറ്റ് വെന്ത് പോകരുത്, ഒരു അരമുക്കാൽ അത്ര വേവ് മതി. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് കുറച്ച് വെള്ളം തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ നേരത്തെ വെച്ചേക്കാം. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത് വെന്ത് പോകും. അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക. കാരണം വെള്ളം പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും വേവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി വെന്ത് പോകരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ കിട്ടില്ല. ക്യാബേജ് വേണം, ക്യാരറ്റ്, കാപ്സിക്കം, സവാള, അപ്പോൾ അതെല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുക്കുക. ക്യാബേജ് ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ബീൻസ്, ബ്രൊക്കോളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. ക്യാരറ്റ്, സവാള ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴട്ടാം. അതിലേക്ക് അല്പം മസാല, ഇത് ചൗമീൻ്റെ മസാലയാണ്. മീറ്റ് മസാല, ചിക്കൻ മസാല ഒക്കെ ചേർക്കാം. ഞാൻ അല്പം അതും ചേർക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, അതിലേക്ക് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നിർബന്ധമില്ല ചേർക്കണമെന്ന്, ചേർത്താലും നല്ലതാണ്. പിന്നെ വിനാഗിരി, കുരുമുളക് പൊടി ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നൂഡിൽസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ വലിയ തവിയൊന്നും ഉപയോഗിക്കരുത്, ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. വലിയ തവിയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ കുഴഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.